രാമായണ കഥാസാഗരം എന്നൊക്കെയാണ് പറയുക. സമുദ്രം പോലെയാണ് രാമായണം. എന്നാൽ ആ സമുദ്രത്തെ ഇവിടെ ഒരു ശംഖുതീർത്ഥം പോലെ 2 അധ്യായങ്ങളിലായിട്ട് രാമന്റെ കഥകൾ മുഴുവൻ ഞങ്ങളെ വർണ്ണിച്ചു. കണ്ണുനീരിൽ പൊതിഞ്ഞ ഒരു കഥയാണ് രാമായണം. ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ ഒരു ചിറ കെട്ടിയിട്ടാണ് തൻ്റെ ലീലകളൊക്കെ നടത്തിയത് എങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനാവുമ്പോഴേക്കും പ്രേമത്തിൻ്റെ ഗംഗകൾ പൊട്ടി ഒഴുകി അനേകം ആനന്ദലീലകളെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനിതാ ആ ശ്രീരാമചന്ദ്രൻ്റെ ആ ധർമ്മം തന്നെ ഇവിടെ വേറെ ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീരാമന്റെ കഥകളും ശ്രീകൃഷ്ണ കഥകളും ഒക്കെ ഒരു തുടർച്ചയാണ്. ശ്രീരാമായണത്തിലെ അനേകം കഥാപാത്രങ്ങളാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ഒപ്പം വന്നു ചേർന്നത്. ശ്രീരാമചന്ദ്രൻ ശ്രീകൃഷ്ണനായ സമയത്ത് സീതാദേവി രുക്മിണിയായിട്ട് വന്നു, ഭരതൻ ഉദ്ധവനായിട്ടും ലക്ഷ്മണൻ ബലരാമസ്വാമിയായിട്ടും ശ്രീരാമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹൃദയപത്മത്തിൽ എന്നും കണ്ടുകൊണ്ടിരുന്ന ആ ഋഷീശ്വരന്മാര് ഇവിടെ ഇതാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോപസ്ത്രീകളായിട്ട് വന്നു. ഇങ്ങനെ രാമായണത്തിന്റെ ഒരു വാക്യപത്രമാണ് ശ്രീകൃഷ്ണാവതാരം. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. രാമായണം എത്ര തവണ കേട്ടാലും നമുക്ക് മതിയാവില്ല. വീണ്ടും അടുത്ത കർക്കിടക മാസമാകുമ്പോഴേക്കും വീണ്ടും രാമായണം നടക്കും. രാമായണ കഥ അറിയാത്തതുകൊണ്ടല്ല, ഈ രാമായണം പാടിയിട്ട് നമുക്ക് മതിയാവുന്നില്ല. ഈ കണ്ണുനീരിൻ്റെ കഥ എന്തിനാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരിനെ ഇല്ലാതാക്കുന്ന കഥകളാണ് രാമായണം. രാമായണത്തിലെ ആ ധർമ്മബുദ്ധി, രാമാധിപത് പ്രവർത്തിതവ്യം, രാമനെ പോലെ ആയിത്തീരാനാണ് രാമായണം. അത് രാവണാധിപത്, രാവണനാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? രാമനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് തൻ്റെ ലീലകളിലൂടെയും തൻ്റെ ആ ധർമ്മബുദ്ധിയിലൂടെ എല്ലാവരെയും ഭഗവാനിത് അനുഗ്രഹിച്ച് ഒടുവിൽ സരയൂ നദിയിലൂടെ അവർക്കെല്ലാവർക്കും ഇതാ വൈകുണ്ഠത്തെ പ്രദാനം ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നീട് ഭഗവാനിതാ ഇനി ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിക്കാൻ പോവുകയാണ്. കലോ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വേദനം യശ. എന്തിനാണ് കൃഷ്ണാവതാരം ചോദിച്ചു കഴിഞ്ഞാൽ കലിയുഗത്തിൽ ഇതാ ജനിച്ച നമുക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെ മുഴുവൻ ആനന്ദസാഗരത്തിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട് ലീലകളിലൂടെ അവരെ ജ്ഞാന ബുദ്ധി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം. യസ്മിൻ സൽക്കർണ പീയൂഷേ യശസ്തീർത്ഥവരേ സകൽ ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം. ഇന്നലെ നമ്മൾ കേട്ടു അനേകം ദുർവാസനകളുടെ ഇരിപ്പിടമായിട്ടുള്ള ഹിരണ്യകശിപു. അങ്ങനെയുള്ള ഹിരണ്യകശിപുവാകുന്ന ദുർവാസനകളൊക്കെ കൃഷ്ണകഥകൾ കേൾക്കുന്നതിലൂടെ ധുനുത്തെ ഇല്ലാതായിത്തീർന്നു, നശിച്ചു പോകുന്നു. സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈർവാക്യൈർവിക്രമലീലയാ നൃലോകം രമയാമാസ മൂർത്തിയാ സർവാംഗരണ്യയാ. ഭഗവാന്റെ ആ പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും ആ മധുരമനോഹരമായ വാണികളെ കൊണ്ടും ഒക്കെ ഈ ലോകത്തെ മുഴുവനിത ആനന്ദിപ്പിച്ചുകൊണ്ട് യസ്യാനനം ജാതോഗത പിതൃഗൃഹാൽ വ്രജമേധിതാർത്ഥോ ഹത്വാരിപുൻ സുതശതാനി ഗൃഹോ കൃതോരുദാര. ഇവിടെ കൃഷ്ണകഥകൾ മുഴുവൻ 2 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുകയാണ്. കംസന്റെ കാരാഗ്രഹത്തിലേക്ക് ഊരിരുട്ടിനെ മുറിച്ചുകൊണ്ടതാ ജ്ഞാനസ്വരൂപനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകീദേവിയുടെ 8ാമത്തെ പുത്രനായിട്ട് അവതരിക്കുന്നതും അന്ന് രാത്രിയിൽ തന്നെ തൻ്റെ അവതാര
ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാരെ അറിയിക്കുന്നതും രാത്രിയിൽ തന്നെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നതും അമ്പാടിയിൽ വെച്ച് പലതരത്തിലുള്ള ബാലലീലകളിലൂടെ ലോകത്തെ മുഴുവൻ തൻ്റെ അടുത്തേക്ക് ആകർഷിപ്പിച്ചു. അതിനുശേഷം ഇതാ അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ ഗോപസ്ത്രീകളോടുകൂടി ആനന്ദലീലകളാടി അനേകം ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഇതാ പിന്നീട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. രുക്മിണീദേവിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് മഹാഭാരത യുദ്ധത്തിലൂടെ സകല അധർമ്മികളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒടുവിൽ തൻ്റെ ഉറ്റ ചങ്ങാതിയായ ഉദ്ധവർക്ക് ഭാഗവത ധർമ്മത്തെ വേണ്ടതുപോലെ പകർന്നു കൊടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ കൃഷ്ണനാട്ടം അങ്ങോട്ട് സമർപ്പിച്ചു. അങ്ങോട്ട് കഥയൊക്കെ പറഞ്ഞു നിർത്തിയ സമയത്താണ് പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാന്റെ കൃഷ്ണ കഥകൾക്ക് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. ഓരോ ദിവസവും പരീക്ഷത്ത് വിചാരിക്കും ഇന്നെങ്കിലും ഗുരുനാഥൻ കൃഷ്ണ കഥകൾ പറയും. അങ്ങനെ വരാഹാവതാരവും ഭദ്രകാളി പ്രാദുർഭാവവും നരസിംഹാവതാരമൊക്കെ കഴിഞ്ഞതാ ഇന്ന് 4ാമത്തെ ദിവസം രാവിലെ തന്നെ പരീക്ഷത്തിനൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ കഥ പറയുന്ന ശിശുപുത്ര പുരുഷയ്ക്കും ചെറിയൊരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. സത്വാപത്തി എന്നുള്ള ഈ 4ാമത്തെ ദിവസം തന്നെ കൃഷ്ണകഥ പറഞ്ഞു തുടങ്ങുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തായി, കഥയൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു നിർത്തിയപ്പോഴാണ് പരീക്ഷത്ത് പറഞ്ഞില്ല ഈ കഥ കൃഷ്ണകഥകൾ വിസ്തരിച്ച് പറഞ്ഞു തരണേ. ശുകതരുണി ജനമണിയുമണിമകുടമാലികേ ചൊല്ലടോ ചൊല്ലടോ കൃഷ്ണലീലാമൃതം. എന്തിനു വേണ്ടിയിട്ടാണ് കൃഷ്ണലീലാമൃതം? അഖമകലും അഖില ജഗദധിപതി കഥാമൃതം ആജീവനാന്തം മുഷിച്ചിലുണ്ടായി വരാ. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളുടെയും നിവർത്തിക്കാനാണ് ഭഗവാന്റെ കൃഷ്ണകഥകൾ. ഈ കൃഷ്ണകഥാമൃതമാകുന്ന ഔഷധം ഒരിക്കലും മുഷിച്ചൽ ഉണ്ടാവില്ല. ഭൗതിക വസ്തുക്കളൊക്കെ ആദ്യത്തെ തവണ 1ാമത്തെയും 2ാമത്തെയും തവണയൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ലഡു എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ എത്ര ലഡു വരെ കഴിക്കും? ആദ്യത്തെ ഒരു ലഡു കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. എന്നാൽ ഇതേ പദാർത്ഥം കൊണ്ട് തന്നെയാണ് 5ാമത്തെ ലഡു ഉണ്ടാക്കിയത്. പക്ഷേ 1ാമത്തെ ലഡുവിന്റെ സ്വാധീനം അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്താവും, ഇനി നമുക്ക് ലഡു വേണ്ട നമ്മൾ തീരുമാനിക്കും. ഭോഗലീലകളും ഒക്കെ വസ്തുക്കളൊക്കെ എങ്ങനെയാണെങ്കിൽ കൃഷ്ണകഥകൾ അങ്ങനെയല്ല. ഇതാ ഒരു മാസം മുമ്പ് ഭാഗവത രസികന്റെ ഒരു കൃഷ്ണാവതാരം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്ത് വീരഭദ്രസ്വാമിയുടെ സന്നിധാനത്ത് വെച്ച് അധിക ദിവസമൊന്നും ആയില്ല, വീണ്ടും ഇവിടെ ഒരു കൃഷ്ണാവതാരം വരുമ്പോഴേക്കും എന്തായി, എല്ലാവരും അതേ ശ്രദ്ധയോട് കൂടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സത്താണ്ടെങ്കിലോ കൃഷ്ണകഥകൾക്ക് വേണ്ടി നമ്മൾ ഓടിപ്പോകും. ആജീവനാന്തം മുഷിച്ചിലുണ്ടായി വരാൻ. ഇത് എത്ര പ്രായമായാലും ഒരു വിരസത ഒന്നും നമുക്ക് തോന്നില്ല. അതുകൊണ്ട് ഇതാ കൃഷ്ണകഥകൾ വിസ്തരിച്ചു പറഞ്ഞു തരണേ. നിവൃത്തദർശന്മാർ ഈ ലോകത്തിൽ ഒരാഗ്രഹവും ഇല്ലാത്ത ആൾക്കാർ, ഹിമാലയ സ്ഥാനങ്ങളിലൊക്കെ തടസ്സനുഷ്ഠിക്കുന്നവര്, എവിടെയെങ്കിലും കൃഷ്ണകഥകൾ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓടിപ്പോയി അവിടെ ഇരിക്കും. തടസ്സമൊക്കെ പിന്നെ ആവാം എന്ന് പറഞ്ഞ് കൃഷ്ണകഥകൾ കേട്ടുകൊണ്ടിരിക്കും. എന്തിനാണ് കൃഷ്ണകഥകൾ കേൾക്കുന്നത്? ഭവൗഷധമാണ് ഇത്. ഭവൗഷധം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങൾക്കൊക്കെ ആത്യന്തികമായിട്ടുള്ള പരിഹാരമാണ് കൃഷ്ണകഥകൾ. കൃഷ്ണനെ വേണ്ടതുപോലെ പഠിക്കുക. കൃഷ്ണനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ. ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽ. ഔഷധമാണ് എന്ന് വിചാരിക്കുമ്പോ കയ്പുണ്ടോ എന്ന് വിചാരിക്കണ്ട. മനോഭിരാമാൽ, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഔഷധമാണ്. അസുഖം മാറിയാലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഔഷധമാണ് കൃഷ്ണകഥകൾ. സംസാരമാകുന്ന ജനിപ്രതികളാകുന്ന ഈ ദുഃഖക്കടലിനെ മറികടക്കാൻ കൃഷ്ണകഥകളാകുന്ന ആ ഭാഗവത തോണി ഇതാ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു.
ഇവിടെ പരീക്ഷത്തിന്റെ ഭാഗവത ശ്രദ്ധയാണ്, ആ ഭാഗവതത്തിനോടുള്ള ആ ആത്മസമർപ്പണമാണ് ഇവിടെ പരീക്ഷത്തിന്റെ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. കൃഷ്ണകഥകളില ശരിക്കും പറയരുത്, വിസ്തരിച്ച് പറയണം, അതിനുള്ള യോഗ്യത എനിക്കില്ലാഞ്ഞിട്ടാണ്. പിതാമഹാമേ സമരേ മരഞ്ജയേർദേവവ്രതാദ്യാദിരഥൈസ്തിമിംഗിലൈ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്മയൽപ്ലവ. എൻ്റെ മുത്തശ്ശന്മാരിത് മഹാരഥന്മാരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. മഹാഭാരത യുദ്ധസമുദ്രത്തെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യ ഹസ്തത്തിൽ അങ്ങനെ ചേർന്നിരുന്നത് കൊണ്ടല്ലേ. ആ പാണ്ഡവ വംശത്തിൽ ജനിച്ച എനിക്കും കൃഷ്ണകഥകൾ ഇത് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഇനി എൻ്റെ തന്നെ ജന്മകഥ എന്താണ്? അശ്വത്ഥാമാവിൻ്റെ ആഗ്നേയാസ്ത്രത്തില് മരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കിതാ ജീവൻ നൽകിയത് ആ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ. ഉത്തരാദേവിയുടെ അമ്മയുടെ ഭക്തി കൊണ്ട് എനിക്കിതാ ഇന്ന് ഭാഗവതത്തിന്റെ മുമ്പിൽ എത്തിച്ചേരാൻ സാധിച്ചു. എന്നിങ്ങനെ ആ പരീക്ഷത്തിന്റെ കൃഷ്ണകഥകളോടുള്ള ആ ശ്രദ്ധ കണ്ട സമയത്താണ് ശ്രീ ശുകബ്രഹ്മ ഋഷി, മുനികൾക്ക് പോലും മുനിയായി ശോഭിക്കുന്ന ഭാഗവത ഗുരുനാഥൻ ഇനിതാ കൃഷ്ണകഥകള് പറയാൻ ആരംഭിക്കുകയാണ്. വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന പ്രത്യർച്ച്യ കൃഷ്ണചരിതം കലികൽമഷഗ്നം. കലിമാലിന്യങ്ങളെ മുഴുവൻ തുടച്ചു നീക്കുന്ന കൃഷ്ണകഥകൾ ഭാഗവത പ്രധാനനായ ശ്രീ ശുകബ്രഹ്മ ഋഷിത അവിടെ ഇങ്ങോട്ട് പറയാൻ ആരംഭിക്കുകയാണ്. സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജഋഷി സത്തമ വാസുദേവ കഥായാം തേ യജ്ജാത മൈഷ്ഠിരതിഃ. ഭാഗവത കഥകളിലേക്ക്, കൃഷ്ണ കഥകളിലേക്ക് ശ്രദ്ധ തിരിയുന്നതാണ് നൈഷ്ഠികമായിട്ടുള്ള ആ ബുദ്ധി. ബുദ്ധി നേരെയാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ശ്രദ്ധയുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ വാസുദേവ കൃഷ്ണന്റെ കഥകൾ കേട്ടുകഴിഞ്ഞാൽ പറയുന്നവരെ മാത്രമല്ല ഭഗവാൻ അനുഗ്രഹിക്കുക, കേൾക്കുന്നവരെയും അല്ല അനുഗ്രഹിക്കുക. കേൾക്കുന്നവരെ മാത്രമല്ല അനുഗ്രഹിക്കുക. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് വായിക്കാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കാരണക്കാരായിട്ടുള്ള കുറെ ഭാരവാഹികൾ ഇതിന്റെ പിറകിലുണ്ട്. അവർ ചിലപ്പോ ഇവിടെ അങ്ങനെ അധിക സമയമൊന്നും വന്നിരിക്കാനൊന്നും പറ്റില്ല. എന്തോ ഭാഗ്യത്തിന് കുറച്ച് പേരെങ്കിലും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ സാധാരണ അവരൊക്കെ പല തിരക്കുകളിലും അങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. കാരണം നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം, കഴിയുന്ന ദിവസം രുക്മിണി സ്വയംവരം എന്തൊക്കെ നടക്കാനുണ്ട്. അപ്പൊ തീരെ ചിലപ്പോൾ യജ്ഞശാലയിലേക്ക് തന്നെ വന്നിട്ടില്ലെങ്കിലും ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ മുഴുവൻ അനുഗ്രഹിക്കും. ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിന് 1 രൂപയെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ദേശത്തിലാണെങ്കിൽ പോലും അവരെയും കൂടി ഇതാ ഈ ഭഗവത കൃഷ്ണൻ അനുഗ്രഹിക്കും. അങ്ങനെ ത്രീൻ പുനാദിഹി, 3 വിഭാഗം ജനങ്ങളെ, കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും ഇതിന് കാരണക്കാരായിട്ടുള്ളവരെയും അനുഗ്രഹിക്കുന്നു ഭാഗവത കഥകൾ. എന്നിങ്ങനെ ഇതാ മധുരയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭൂമിർദ്രപ്തദ്രവ്യാജദൈത്യാനീകശതായുധൈ ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം യയോ. കംസൻ, ശിശുപാലൻ, ദന്തവക്രം തുടങ്ങിയിട്ടുള്ള ദുഷ്ടന്മാർ വന്ന് ഭൂമിയിൽ ജനിച്ചതോടുകൂടിയിട്ടതാ ഭൂമിദേവിക്ക് വലിയ ദുഃഖമായിട്ട് തീർന്നു. അത് ഭൂമിക്കിപ്പോ കുറച്ച് ജനങ്ങൾ ഇവിടെ വർദ്ധിച്ചാൽ അത് ഭാരമായിട്ട് തീരുക. ഇവിടെ എത്ര ഹിമാലയങ്ങൾ കൊണ്ടുവച്ചാലും ഭൂമിദേവിക്ക് അത് വിഷയമൊന്നുമല്ല. പക്ഷേ ജനസംഖ്യ കൂടിയാലും വിഷയമല്ല. പക്ഷെ അതില് ഒരു ദുഷ്ടൻ, ഒരു രാക്ഷസൻ വന്ന് ജനിച്ചാൽ ഭൂമിദേവിക്ക് ആ ഭാരം സഹിക്കാൻ പറ്റില്ല. ഒരമ്മ കുട്ടിയെ എത്ര സമയം വേണമെങ്കിലും മടിയിലെടുത്ത് വെച്ച് ലാളിക്കും. കുട്ടിയുടെ ഭാരം ഒന്നും അമ്മയ്ക്ക് പ്രശ്നമില്ല. എന്നാൽ ആ കുട്ടിയെ അവിടുന്ന് മാറ്റി വെച്ചിട്ട് കുട്ടിയുടെ അതേ തൂക്കത്തിലുള്ള കരിങ്കൽ കൊണ്ട് വെച്ചാലോ അപ്പൊ നമുക്ക് ഭാരം തോന്നും. ഇതുപോലെയാണ് ഭൂമിക്ക് ജനസംഖ്യ വർദ്ധിക്കുന്നതിലല്ല പ്രശ്നം, ദുഷ്ടന്മാർ വർദ്ധിക്കുന്നതിലാണ്. അങ്ങനെ ഭൂമിദേവി പശുവിന്റെ രൂപം സ്വീകരിച്ച് ബ്രഹ്മദേവനെയും മഹാദേവനെയൊക്കെ കൂട്ടി ദേവന്മാരോടൊപ്പം ചേർന്ന്
പാലാഴി തീരത്തെത്തി പുരുഷ സൂക്തം ജപിച്ചു. ആ പുരുഷ സൂക്തം അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന് വളരെ വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ പുരുഷ സൂക്തം. നമ്മളെ ക്ഷേത്രത്തിലൊക്കെ കാണാറില്ലേ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. ഭഗവാൻ വേഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ, ഭഗവാനെ നമുക്ക് കൺമുന്നിൽ കാണണമെങ്കിൽ പുരുഷ സൂക്തം പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക, പുരുഷ സൂക്തം അവക്കിൽ പഠിച്ച് ജപിക്കുക. വളരെ വിശേഷമാണ്. ഇവിടെ കൃഷ്ണാവതാരത്തിന് തന്നെ കാരണമാണ് ഈ പുരുഷ സൂക്തം. ഇത്ര വിശേഷപ്പെട്ട വേദസൂക്തമായിട്ടുള്ള ആ പുരുഷ സൂക്തമൊക്കെ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായി, അവിടെ ഭഗവാൻ അശരീരിയായിട്ട് ആദ്യം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ആശ്വസിപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ പറഞ്ഞ അമൃതവാണികള് അവിടെയുള്ള ദേവന്മാരോടൊക്കെ ആയിട്ട് ബ്രഹ്മാവ് അറിയിച്ചു. ഭൂമിദേവിയുടെ സങ്കടങ്ങൾ മുഴുവൻ ഭഗവാൻ അറിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അത്രയും പെട്ടെന്ന് ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായിട്ട് കംസന്റെ കാരാഗൃഹത്തിൽ അവതരിക്കും. അതിന് ദേവന്മാരൊക്കെ എന്ത് വേണം, ഭഗവാന്റെ അവതാരത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഭൂമിയിലേക്ക് വരണം. ഇതങ്ങട് കേട്ടതോടുകൂടിയിട്ട് സകല പുണ്യജന്മങ്ങളും അമ്പാടിയിലേക്കും വൃന്ദാവനത്തിലേക്കും മധുരയിലേക്കുമായിട്ട് എത്തിച്ചേർന്നു. അമ്പാടിയിലിതാ ഗോപന്മാരായും ഗോപികമാരായും മാനായും മയിലായും വണ്ടായും അനേകം പുണ്യജന്മങ്ങൾ ഓരോ വേഷം സ്വീകരിച്ചു. എന്നാൽ ചിലർക്കൊന്നും വേഷം കിട്ടിയില്ല. അവർ നേരെ വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ വൃക്ഷലതാദികളൊക്കെ ആയിട്ട് തീർന്നു. എന്നിട്ടും വേഷം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്തു, പുൽക്കൊടികളൊക്കെ ആയിട്ട് അവിടെ ജനിച്ചു എന്നാണ്. രാധാകൃഷ്ണ യുഗളമൂർത്തിയായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ആ രാസലീലയിലൂടെ ആ കൃഷ്ണ ചരണാരവിന്ദങ്ങളിതാ നമ്മുടെ ശിരസ്സിൽ വഹിക്കാലോ എന്നുള്ള ആ കാത്തിരിപ്പ് അവിടെ ഉള്ളത് ആരംഭിച്ചു. കൃഷ്ണാവതാരത്തിന് വേണ്ടി ലോകം മുഴുവൻ അങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഭാഗവത പ്രധാനമായ കൃഷ്ണാവതാരത്തിലെ 1ാമത്തെ രംഗം ആ യവനിക അങ്ങയുടെ താഴേക്ക് വീണു. 2ാമത്തെ രംഗം ആരംഭിക്കുകയാണ്. യവനിക മെല്ലെ മെല്ലെ അങ്ങനെ ഉയരുമ്പോൾ നമ്മൾ കാണുന്നത് ദേവകി വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഘോഷയാത്രയായിട്ട് വധൂവരന്മാരെ കൊണ്ടുപോവാണ്. ഇവിടെ ദേവകി വസുദേവന്മാരുടെ വിവാഹത്തെ കുറിച്ചൊന്നും പറയാൻ പുറപ്പെട്ടില്ല. പറയാൻ പുറപ്പെട്ടാൽ ചിലപ്പോൾ കൃഷ്ണാവതാരം നാളെയാവും. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മനോധർമ്മത്തിന് വിട്ടു നിന്നു. വളരെ ഗംഭീരമായിട്ട് ആ വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവരെ കൊണ്ടുപോവാണ്. കംസൻ തന്നെ ആ രഥം ഓടിച്ചു പോവാണ്. ദേവകി ദേവിക്ക് നല്ലൊരു സ്വർണ്ണ രഥമൊക്കെ കൊടുത്തിരുന്നു. എല്ലാവരും എന്നെ ദുഷ്ടാന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ഞാൻ അത്ര ദുഷ്ടമൊന്നും അല്ലാന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ഉദ്ദേശമൊന്നുമില്ല. ഞാൻ നല്ല ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കംസൻ അവരെയും കൊണ്ട് പോകുമ്പോഴാണ് വീണ്ടും ഒരു അശരീരി കേട്ടു. ബുദ്ധിയില്ലാത്തവനെ എന്ന് വിളിച്ച സമയത്ത് എന്ത് ചെയ്തു, ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്നുണ്ട്. അതിലിപ്പോ എൻ്റെ പേര് വിളിച്ചാൽ എനിക്ക് പെട്ടെന്ന് അറിയുള്ളൂ. അപ്പൊ കംസന് മാത്രം എന്ത് ചെയ്തു, മുകളിലേക്ക് നോക്കിയെന്നാണ്. കാരണം കംസന് അറിയാം എനിക്ക് അത്രയൊക്കെ ഉള്ളൂ എന്നറിയാം. കംസൻ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഇത് അശരീരി ശ്രദ്ധിച്ചു. ദേവകി ദേവിയുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനായിത്തീരുന്നുള്ള അശരീരി കേട്ടതോടുകൂടി എന്തായി, കംസൻ ഉറയിൽ കിടക്കുന്ന വാള് വലിച്ചൂരി ദേവകി ദേവിയുടെ മുട്ടി പിടിച്ച് വലിച്ച് വെട്ടാൻ ഭാവിച്ച സമയത്താണ് വസുദേവര് ലോകജ്ഞാനിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതീ ദേവി ആവിർഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അവിടെ കംസനോട് പറഞ്ഞു ശ്ലാഘനീയ ഗുണ ഒക്കെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ ദേവകി ദേവി അല്ലല്ലോ പതിക്കുക. ദേവകി ദേവിയുടെ 8ാമത്തെ കുട്ടിയാണല്ലോ. ഓരോ കുട്ടിയെയും ഞാൻ ജനിച്ച ദിവസം തന്നെ കംസന്റെ മുൻപിൽ എത്തിക്കാം. ഇവിടെ വസുദേവരുടെ വാക്കുകൾ കംസൻ വിശ്വസിച്ചു. കാരണം സത്യസന്ധനാണ്, സത്യസ്വരൂപനായ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന വസുദേവനാണ്. അതുകൊണ്ടാണ് സത്യസ്വരൂപനായ ഭഗവാനെ വസുദേവർക്ക് ഇനി ലഭിക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ കംസൻ അത് വിശ്വസിച്ച് കംസൻ വഴിയിൽ വെച്ച് തന്നെ ഇതാ അവരെ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നതും പിന്നീട് അവരുടെ ആ ദിവ്യമായ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. കീർത്തിമന്ദം പ്രഥമജം. ദേവകി വസുദേവന്മാർക്ക് ഇത് ആദ്യമായിട്ടൊരു ഉണ്ണി ഉണ്ടായി. കീർത്തിമാൻ എന്ന് പേര് വിളിച്ചു. എന്ത് കീർത്തിയാണ് ഉണ്ടാവുക ചോദിച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള കീർത്തിയോട് കൂടിയിട്ടുള്ള കീർത്തിമാനെ കംസന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഇത്ര ദുഃഖം ആ അച്ഛനമ്മമാർ സഹിച്ചിട്ടുണ്ടാവണം.
വേണമെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകായിരുന്നു. പക്ഷേ സത്യത്തിന് അത്രമാത്രം വില കൽപ്പിച്ച അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ടാണ് ആ സത്യവ്രതനായിട്ടുള്ള ഭഗവാനെ കിട്ടണമെങ്കിൽ കുറച്ച് കണ്ണുനീരൊക്കെ പൊഴിക്കേണ്ടി വരും, കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇതാ ആ കീർത്തിമാനെയും കൊണ്ട് കംസന്റെ മുമ്പിലെത്തിയപ്പോഴാണ് കംസൻ പറഞ്ഞു, എന്താ വസുദേവൻ. അന്ന് ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ബുദ്ധിയില്ലാത്തവനെ എന്നൊക്കെ വിളിച്ച ആർക്കാ ദേഷ്യം വരാത്തത്? അതുകൊണ്ട് അന്ന് എന്തോ ദേഷ്യം വന്നിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലുക, ഈ കുട്ടിയെ എന്തിനാ വെറുതെ കൊല്ലുന്നത്, ഈ കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞൊരു സ്വർണ്ണമാലയൊക്കെ സമ്മാനിച്ചു. എനിക്കൊരു പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെ വിവാഹം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് കംസൻ വസുദേവരെ അവിടെ നിന്ന് പറഞ്ഞേക്കുക. വസുദേവരെ പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് മറ്റൊരു വാതിലിലൂടെ ശ്രീനാരദ മഹർഷി അവിടത്തേക്ക് വന്നു. കാലനേമിക്ക് നമസ്കാരം. കാലനേമിയോ? എന്താ നാരദ മഹർഷി ആൾ മാറിപ്പോയോ? ഞാൻ കംസനാണെന്ന് പറഞ്ഞപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞു, നിങ്ങൾ കംസനൊന്നുമല്ല. യഥാർത്ഥത്തിൽ ആരാണ് കംസൻ? കാലനേമിയാണ്. മഹാവിഷ്ണുവിന്റെ ശത്രുവായിട്ടുള്ള കാലനേമി കംസനായിട്ട് വരുന്ന സമയത്ത് മഹാവിഷ്ണു ഇതാ ഇനി കൃഷ്ണനായിട്ട് വരും. അത് 8ാമത്തെ കുട്ടിയല്ലേ നാരദ മഹർഷി? ഈ 8, 7, 6 ഇതൊക്കെ നമുക്കല്ലേ, മനുഷ്യർക്കല്ലേ. ഇനി അങ്ങനെയല്ല, 8 നിന്ന് വിചാരിച്ചോളൂ. 8 എന്നിട്ട് എങ്ങനെ മനസ്സിലാക്കും? 8 കുട്ടികളെ ഇങ്ങനെ വൃത്തത്തിൽ നിർത്തുക. നാളെ ഇപ്പൊ തിരുവാതിര കളി ഉണ്ടെങ്കിൽ കാണാം. ഇതിലിപ്പോ ഏതാ 8 എന്നിട്ട് എങ്ങനെയാ മനസ്സിലാവും? 8 കുട്ടികളെ വരിവരിയായിട്ട് നിർത്തുക ക്യൂവിൽ. ഇവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ഉണ്ടാവും, അവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഉണ്ടാവും. അപ്പൊ പിന്നെ 8 എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെന്തിനാ നാരദ മഹർഷി പറഞ്ഞത്. ഇതുകൊണ്ടാണ് വസുദേവരെ പിന്നീട് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുവരുന്നത്, ഉണ്ടാകുന്ന കുട്ടികളെ മുഴുവൻ കൊല്ലുന്നത്. വെറുതെ അല്ല നമ്മൾ നാരദ മഹർഷി അങ്ങനെയൊക്കെ വിളിക്കുന്നത്. എന്നാൽ നാരദ മഹർഷി കൃഷ്ണാവതാരത്തിന്റെ സൂത്രധാരനാണ്. കഥാതിരക്കഥ, സംഭാഷണം, സത്യധാനം എല്ലാം നാരദ മഹർഷിയാണ്. കാരണം കംസൻ ഇങ്ങനെ നല്ല മനുഷ്യനായിട്ടിരുന്നാൽ ഭഗവാൻ വിചാരിക്കും എനിക്കിപ്പോ പാലാഴിയിൽ സുഖത്തിന് കുറവൊന്നുമില്ല, ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിക്കും. അപ്പൊ ഭഗവാൻ വേഗത്തിൽ അവതരിക്കണമെങ്കിൽ എന്ത് വേണം? ചില ദുഷ്ടന്മാരൊക്കെ വേണം. ദുഷ്ടത വർദ്ധിക്കുമ്പോഴാണല്ലോ ഭഗവാന്റെ അവതാരം. അപ്പൊ ഇവിടെ നാരദ മഹർഷി ചെറിയൊരു ഏഷണിയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ആ കുട്ടികൾക്ക് ശാപമോക്ഷം ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ ആ സമയത്ത് തന്നെ ഇതാ കംസൻ പാറക്കല്ലിൽ അടിച്ചു കൊല്ലുകയാണ്. അങ്ങനെ 6 കുട്ടികളെയും വധിച്ചു. 7ാമതായിട്ട് ദേവകീ ദേവി ഗർഭം ധരിച്ച സമയത്താണ് ഭഗവാൻ സാക്ഷാൽ യോഗമായാദേവിയെ വിളിച്ചു. വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. വസുദേവരുടെ പത്നിയായ ദേവകീ ദേവിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബലരാമൻ സ്വാമിയെ, അനന്തമൂർത്തിയെ വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായിട്ടുള്ള രോഹിണിയിലേക്ക് കൊണ്ടുപോകണം. രോഹിണി ഇപ്പോൾ എവിടെയുള്ളത്? അമ്പാടിയിൽ. അവിടെ യശോദാഭവനത്തിൽ താമസിക്കുകയാണ്. ആ കുട്ടിയെ അവിടേക്ക്, ആ ഗർഭസ്ഥ ശിശുവിനെ അവിടേക്ക് കൊണ്ടുപോകണം. ഇത് ആർക്കേ സാധിക്കുള്ളൂ? ജഗദംബികയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അഘടിത ഘടനാ പടീയസിയായ ആ മായാദേവി ഭഗവാന്റെ പത്മനാഭ സഹോദരിയായിട്ട് പിന്നീട് ആ ലോകത്തെ മുഴുവൻ ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരിക്കൽ കൂടി ഇതാ ആ ദേവകീ ദേവി ഗർഭം ധരിച്ചു സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ. സന്ധ്യാസമയത്ത് 2 തൂണുകളിലായിട്ട് അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ദേവകീ വസുദേവന്മാര്. സന്ധ്യാസമയത്ത് വസുദേവരെ നോക്കിയപ്പോഴാണ് ഇന്ന് വരെ വസുദേവൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ടില്ല. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ വസുദേവര് പറഞ്ഞു, ശരിയാണ് ദേവകീ ദേവി, ഞാൻ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം എൻ്റെ ഹൃദയത്തിൽ ഇതാ ഞാൻ അതിമനോഹരമായിട്ടുള്ളൊരു ദിവ്യമായ രൂപത്തെ ഞാൻ കാണുന്നുണ്ട്. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലകപ്രോദ്ഭാസിഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം. സൂര്യസ്പർദ്ധി കിരീടം ധരിച്ച് അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടത്തിൽ ഗൗരോചനക്കുറി ചാർത്തി
അതിമനോഹരമായിട്ടുള്ള ആ വളഞ്ഞ പെരുകക്കൊടികളുടെ താഴെയായിട്ട് ഭക്തന്മാരോടുള്ള വാത്സല്യം കൊണ്ട് വിവശമായിട്ടുള്ള താമരക്കണ്ണുകൾ, അതിമനോഹരമായിരിക്കുന്ന നാസിക, എല്ലാ ദുഃഖ സമുദ്രത്തെയും വറ്റിക്കുന്ന ഭഗവാന്റെ ആ പാൽപുഞ്ചിരി, അതിമനോഹരമായിട്ടുള്ള വിരസമേറിയിട്ടുള്ള കവിൾത്തടത്തിൽ അങ്ങനെ മകരകുണ്ടലങ്ങളൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നു. തൃക്കഴുത്തിലാണെങ്കിൽ ഇതാ ദിവ്യമായ മാലകളൊക്കെ ധരിച്ചിട്ടുണ്ട്. മഞ്ഞപ്പെട്ട് ചാർത്തിയ നഖമണി ചന്ദ്രികയോട് കൂടിയിട്ടുള്ള ശ്രീപാദപത്മങ്ങളോട് കൂടിയിട്ടുള്ള ആ ദിവ്യമായ ആ ഗുരുവായൂരപ്പന്റെ രൂപത്തെ ദേവകീദേവിക്ക് അങ്ങോട്ട് വർണ്ണിച്ചു കൊടുത്തപ്പോഴേക്കും എന്തായി? വസുദേവരുടെ ഹൃദയത്തിൽ നിന്ന് ദേവകീദേവിയുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് എത്തിച്ചേർന്നു. ദേവകീദേവി ഇതാ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഇതാ ഗർഭശ്രീകോവിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ദേവന്മാരൊക്കെ ഇതാ ആകാശവീഥികളിൽ നിന്ന് ഇറങ്ങി വന്നു ദേവകീദേവിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. അമ്മേന്ന് വിളിച്ചിട്ടാണ് നമസ്കരിച്ചത്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയായതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ലോകത്തിന്റെ മുഴുവൻ അമ്മയായിട്ട് മാറാൻ പോവുകയാണ്. ഇതാ ഈ സംസാരമാകുന്ന ദുഃഖ സമുദ്രത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അനേകം തോണികൾ ഇവിടെ ഈ സംസാര സമുദ്രത്തിന്റെ തീരത്ത് അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞതാ, ഇതിലേതെങ്കിലും ഒരു തോണിയിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷേ ചിലരൊന്നും കയറിയില്ല. ഈ ഒരു തോണിയിൽ കയറി കഴിഞ്ഞാൽ ഈ സമുദ്രത്തെ മറികടക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പലരും മാറി നിന്നു. പക്ഷേ ചില ഭക്തന്മാര്, ചില ഭാഗ്യവാന്മാര് ആ തോണിയിലേക്ക് അങ്ങനെ കയറിയതോടുകൂടി അവർക്കൊരു കാര്യം ബോധ്യായി. ഇവിടെ ഇപ്പോ ഈ സംസാര സമുദ്രമൊന്നുമില്ല. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഏത് പ്രാരബ്ധ കടലും ഒരു തുള്ളി വെള്ളം മാത്രമേ ആവുള്ളൂ. പക്ഷെ അതിനെന്ത് വേണം? ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാൻ തയ്യാറാവണം. കലികാല മാലിന്യങ്ങളിൽപ്പെട്ട് നമ്മളെ ഈ ഭാഗവതത്തിൽ നിന്ന്, കൃഷ്ണകഥകളിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നും കംസനും ശിശുപാലനും ദന്തവക്രനും ഒക്കെ ഉണ്ട്. പക്ഷേ അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഭഗവത് കഥകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണമെങ്കിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം. അതിന് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ കഥകൾ വീണ്ടും 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 കേൾക്കുക. ഇവിടെ ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഇതാ ഗർഭഗതനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച് ആകാശവേദിയിലേക്ക് തന്നെ തിരിച്ചുപോയി കൃഷ്ണാവതാരത്തെ അങ്ങനെ കാണാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ. അടുത്ത അധ്യായത്തില് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം ഈ ഒരു ചക്രപുരം ക്ഷേത്രത്തിലും ഇതിനു മുൻപും എത്രയോ കൃഷ്ണാവതാരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ജന്മാന്തര സുഹൃതം കൊണ്ട് സ്ഫീതഭാഗ്യവന്മാരായിട്ട് നമുക്കൊക്കെ ഇതാ ഒരിക്കൽ കൂടി കൃഷ്ണാവതാരത്തിന്റെ ആ സന്നിധിയിൽ ഇരിക്കാൻ സാധിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവിലും കൂടി തുറന്നു വയ്ക്കുക. ഭാഗവത യജ്ഞമണ്ഡപത്തിൽ ഭഗവാൻ അവതരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിലും കൂടി ഭഗവാൻ അവതരിക്കണം. ആ ഹൃദയമാകുന്ന ഒരു കാരാഗ്രഹം പോലെയാണെങ്കിൽ ആ കാരാഗ്രഹത്തിനെ പ്രകാശമാനമാക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനസ്വരൂപനായിട്ട്, ജ്ഞാനസൂര്യനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. അടുത്ത അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം. ശ്രീശുകൗവാച അഥ സർവഗുണോപേത കാല പരമശോഭന യർഹി വാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശ പ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രഹ വ്രജാകര നദ്യ പ്രസന്നസലിലാ ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസംനാദസ്തപകാ വനരാജയ വവോ വായുസുഖസ്പർശ പുണ്യഗന്ധമഹശുചിഃ അഗ്നയശ്ച ദ്വിജാദീനാം ശാന്ത
തത്ര സമിന്ധതാ. സകല കാലക്കേടുകളെയും ഇല്ലാതാക്കുന്ന കാലസ്വരൂപനായ ഭഗവാന്റെ തിരു അവതാരത്തിന് വേണ്ടി ഇതാ ലോകം മുഴുവൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. ആകാശത്തില് നക്ഷത്രങ്ങളൊക്കെ ഇതാ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ കാത്തു. കളകളാരവങ്ങൾ പൊളിച്ചുകൊണ്ട് നദികൾ ഇതാ ഭഗവാനെ സ്വീകരിക്കാൻ പോകുന്നു. ഭക്തന്മാര് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ആനന്ദം അനുഭവിക്കുന്നു. രാത്രിയില് താമരകളൊക്കെ വിരിഞ്ഞു വരുന്നതാണ്. രാത്രിയിൽ എവിടെയെങ്കിലും താമര വിടർന്നത് കണ്ടിട്ടുണ്ടോ? കൃഷ്ണാവതാര ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുൻപും അതിന് പിൻപും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് താമര ഈ രാത്രിയിൽ വിടരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, താമര കണ്ണനാമുണ്ണി കാരാകാരേ ഇന്നോദിക്കും. നാളെ ഇതാ കൃഷ്ണൻ അവതരിച്ചു കഴിഞ്ഞാൽ ആ ശ്രീകൃഷ്ണനെ വർണ്ണിക്കുന്ന സമയത്ത് താമര കണ്ണുകൾ, താമര മാല ധരിച്ചവൻ, താമര പോലെയുള്ള കൈകളോടുകൂടിയവൻ, താമര കാലുകളോടുകൂടിയവൻ, ഇങ്ങനെ എല്ലാം താമരയുമായിട്ട് ഉപമിക്കുന്ന സമയത്ത് താമര പറഞ്ഞു, ഈ അവതാര സമയത്ത് ഞാൻ മാത്രം മുഖം താഴ്ത്തിയിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് താമരകളൊക്കെ ഇത് അർദ്ധരാത്രിയിൽ അങ്ങനെ വിടർന്നു വരുന്നു. മറ്റൊരത്ഭുതം, ചന്ദ്രൻ സാധാരണ അഷ്ടമി ദിവസം പൂർണ്ണനായിട്ട് വരാറില്ല. എന്നാൽ അഷ്ടമിരോഹിണി ദിവസം ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായിട്ട് ഉദിച്ചു വന്നു. എന്തിനിന്നോ നീയൂദിച്ചതെന്തേ എൻ്റെ ചന്ദ്രനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ അഷ്ടമിയിൽ പൂർണ്ണചന്ദ്രനായിട്ട് ഉദിച്ചത്? ചന്ദ്രൻ പറഞ്ഞതാ, എൻ്റെ വംശത്തിലാണല്ലോ കൃഷ്ണൻ അവതരിക്കുന്നത്. കഴിഞ്ഞ രാമാവതാരത്തില് ശ്രീരാമചന്ദ്രന്റെ ജാതകത്തിൽ ചന്ദ്രന്റെ ചെറിയൊരു ദോഷം ഉണ്ടായതുകൊണ്ടാണ് അത്രേ സീതാദേവി വേർപിരിഞ്ഞിരിക്കേണ്ടി വന്നത്. ചന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ കൃഷ്ണാവതാരത്തിൽ അങ്ങനെയുള്ള ജാതക ദോഷമൊന്നും വേണ്ട, എൻ്റെ എല്ലാ ബലവും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പൂർണ്ണചന്ദ്രനായിട്ട് തിരിച്ചു വരുന്നു. ഭൂമിയിലിതാ ഇത്തരത്തിലുള്ള പല അത്ഭുതങ്ങൾ നടക്കുമ്പോഴാണ് ആകാശവീഥികളിൽ സാക്ഷാൽ മഹാദേവൻ പാർവതിയോടുകൂടി, ഉണ്ണി ഗണപതിയോടുകൂടി, സുബ്രഹ്മണ്യ സ്വാമിയോടുകൂടി ഇതാ സകല ദേവീദേവന്മാരെ ഇങ്ങനെ കൂട്ടിയിട്ട് കൃഷ്ണാവതാരത്തിനെ കാത്തിരിക്കുകയാണ്. മനാംസ്യാസം പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ ഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടോ സിദ്ധചാരണ വിദ്യാധര്യശ്ച നൃതുരപ്സരോഭിഃ സമം ദദാ മുമുചുർമുനയോ ദേവാസുമനാംസി മുദാന്യുതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഭൂതാശയ ആവിരാസീൽ യഥാ ദിശേന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം നാരായണ 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 ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കരിമൂക്കിൽ വർണ്ണന്റെ തിരുകൂടലെന്നോട് അരികിൽ വന്നെപ്പോഴും കാണാവേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വഴിപാടുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേഗത്തിൽ ചെയ്യാവുന്നതാണ്.
കാലിൽ ചിലമ്പും കീലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കിങ്ങിണിയും വളമോതിരവും ചാർത്തി ഭംഗിയോടെ മുന്നിൽ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കീർത്തിയേറിടും ഗുരുവായൂർമേവുന്നോരാത്രിവരൻ തന്നെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കെട്ടിയിട്ടിടുമൂരലും വലിച്ചെങ്ങോ മുട്ടുകുത്തുന്നതും കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ